ഇവിടെ വെട്ടവും വിളിച്ചൊന്നും ഇല്ലല്ലോ. കുഞ്ഞോട് നിൽക്ക്. തമ്പി, തമ്പിയേ, തമ്പി, അപ്പറേ നോക്ക. തമ്പി, തമ്പി സാറേ, തമ്പി, 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 ഇത് ഞാനാ. എന്താണോ? ഇവിടെ ഒന്നുമില്ല. എന്തൊരു പാടാണ് മക്കളെ. വാതില് തുറന്നു കിടക്കുന്നല്ലോ. ലൈറ്റ് ഉള്ളൂ. അയാൾക്ക് ഇതിന്റെ വല്ല കാര്യമുണ്ടോ? ഏതാണോ പെണ്ണ്? താൻ വല്ല അഡ്ജസ്റ്റ് അകത്ത് കയറ്റിയോ? അയ്യോ, പിള്ളേച്ചനാണ് പ്രസ്ഥാനത്തിനാണ് ഇല്ലേ? ഇവിടെ എങ്ങും ആരുമില്ല കുഞ്ഞിന് വെറുതെ തോന്നിയതാ. ഞാനും നോക്കട്ടെ. ആ പുറവശത്തെ വാതിൽ തുറന്നിട്ടാ അയാൾ പോയത്. അപ്പോഴേ ഞാൻ വല്ലതും അകത്ത് കയറിയതാണോ ആർക്കറിയാം? ആരോ വരുന്നല്ലോ. ആ തമ്പിയാണല്ലോ. എന്റെ പൊന്നു തമ്പി, താൻ പേടിപ്പിച്ചു കളഞ്ഞത്. താൻ എവിടെ പോയതാ? എവിടെങ്കിലും പോവാണെന്ന് പറഞ്ഞിട്ട് പോകണ്ടേ? ആ പെണ്ണെവിടെ? ഏത് പെണ്ണ്? ഇവിടെ ഒരു പെണ്ണുമില്ല. അവൾ എവിടെ പോയി? അവൾ ആരാ? എന്നെയും കൊച്ചിനെയും കൊന്നിട്ട് നിങ്ങൾ എവിടെ വേണമെങ്കിലും പോയിക്കോ. ആരാ അവള്? അവൾ എവിടെ വിളിച്ച? ഏതവള്? ഇവിടെ ഒരു പെണ്ണുമില്ല, പടക്കോഴിയില്ല. ഉറപ്പാണോ വിളിച്ച? പിന്നെ അല്ലാണ്ട് ഈ കൊച്ചു എന്ന് പറഞ്ഞു ഇവിടെ ഒരു പെണ്ണുണ്ടെന്ന്. ഞാനും ഇയാളും കൂടെ ഇവിടെ മുഴുവൻ നോക്കി, ഒരുത്തരുമില്ല. അല്ലടോ? അതെ. ആ അതെ, ഇയാൾ എവിടെ പോവാ? മാലതി, നീ വീട്ടിൽ പോയിക്കോ, ഞാനങ്ങ് വന്നേക്കാം. അങ്ങനെ പോകാനെങ്ങനെ? തമ്പി, തമ്പി, അതെ, ഏത് പെണ്ണിന്റെ കാര്യം പറയാ? അതൊക്കെ വന്നിട്ട് പറയാം. വണ്ടി വിടോ. തമ്പി, പോ പിള്ളേച്ച. അതെ, പഴഞ്ചേത് നാടകം ഉദ്ഘാടനം വെച്ചിരിക്കുക. കൊച്ചിക്കറിയാതെ ആ വാനിലോട്ട് കയറി നമുക്ക് ക്യാമ്പിലേക്ക് പോകും. വിഷമിക്കണ്ട, അവനിങ്ങ് വരും. ഞങ്ങളൊക്കെ ഇല്ലേ ഇവിടെ? മക്കളെ കയറി. ആ വാതിലടച്ചിട്ടോ. ഇതാ ഗിരിയാ തിയേറ്റേഴ്സ്. നിർത്ത്, അകത്തേ കയറി നിർത്ത്. ഈ നാടകങ്ങളുടെ സെക്രട്ടറിയും പ്രസിഡന്റ് ആരില്ല അവിടെ? വാലോടാ. ആരാടാ സുമാരമുള്ള? അകത്തുണ്ട്, അത്യാവശ്യമാണേ വിളിക്കാം. ആ വിളിക്കേ. പിള്ള സാറേ, ഒന്നിങ്ങോട്ട് ഇറങ്ങി വന്നാട്ടെ. ബുക്കിംഗ് പാർട്ടീസ് അല്ല. എന്താടോ? എന്താ? അവനവിടെ ആ തമ്പി തന്നെ നാടകം വിളിക്കേ. തമ്പി ഇവിടെ അല്ലല്ലോ താമസം. ആരാ? അവനോടൊരു പെണ്ണുണ്ടായിരുന്നല്ലോ, അവളോടെ? അങ്ങയുടെ കൂടെ ഒരു പെണ്ണേ ഉള്ളൂ, ഞാനാ. നിങ്ങളാരാ? തമ്പിയുടെ ഭാര്യയാ. ഓ, അപ്പൊ എല്ലാരും കൂടെ അറിഞ്ഞുകൊണ്ടുള്ളൊരു ഏർപ്പാടാണല്ലേ? എന്റെ ഏർപ്പാട്? പെണ്ണേർപ്പാട്. ഏത് പെണ്ണാണ് നിങ്ങൾ പറയുന്നത്? ഇത് അന്തസ്സായിട്ട് നടത്തുന്ന ഒരു നാടക ക്യാമ്പാ. സംശയം കയറി നോക്കിയോ? ഇല്ലല്ലോ. കയറി നോക്കിക്കോളാൻ പറഞ്ഞില്ലേ? എന്നാ ആ തമ്പിനോട് ഞങ്ങളുടെ ഒരു പെണ്ണുണ്ട്. വലിച്ചോണ്ട് ഇങ്ങോട്ട് കയറി വന്നാൽ ഇതിനകത്ത് കയറ്റേക്കരുത്. എല്ലാരും കൊടുക്കും. പാടോ. അയ്യേ,
ഓട്ടയ്ക്ക് കയറിപ്പോടോ. കയറ്റി വിടറാ. ആരാ? വനിത ഇവിടെ വന്നോ? ഇവിടെ ആരും വന്നില്ല. ആ അലവലാതി പെണ്ണിനെ ഇവിടെ താമസിപ്പിച്ചതാ എന്റെ കുറ്റം. എത്ര പേര് അവളെ തേടി വരുന്നത്? നിങ്ങൾ പോണം. ആ കുട്ടി അപകടത്തിലാണ്. ഇവിടെ വന്നാൽ നിങ്ങൾ അവൾക്ക് അഭയം കൊടുക്കണം. ഇല്ല, അവളെ ഇവിടെ കയറ്റില്ല. ആ കുട്ടിയുടെ ഒരു കൂട്ടുകാരുണ്ടായിരുന്നല്ലോ, ഗീത. അതിനൊന്ന് കാണാൻ പറ്റുമോ? സാധ്യമല്ല. 7 മണി കഴിഞ്ഞാൽ ഇവിടെ വിസിറ്റേഷൻ അനുവദിക്കില്ല. നിങ്ങൾ പോകണം. അവൾ ആ തമ്മിടെ നിന്ന് പിടിവിട്ടുപോയ ലക്ഷണമാ. ഇവിടെ എവിടെയോ കറങ്ങുന്നുണ്ടാവണം. ആ പ്രിയാന്ന് വിളിക്ക്, എനിക്ക് സംസാരിക്കണം. ഹലോ, ആരാ? എന്താ സാർ? ശരി സാർ, ശരി സാർ, ഓക്കെ. ഇറങ്ങിക്കോ. പ്രിയനുണ്ടല്ലോ ഇവിടെ? ഇല്ല, അതിലിപ്പോഴാണല്ലോ പുറത്തേക്ക് പോയത്. നിങ്ങളിന്ന് പാല് വന്നിരുന്നാളല്ലേ? അതെ. എന്തെങ്കിലും അത്യാവശ്യം പറഞ്ഞാൽ മതി, ഞാൻ മെസ്സേജ് എടുത്തോളാം. ഇല്ല, ഞാനിവിടെ വെയിറ്റ് ചെയ്യാം. വനിത എവിടെയായിരുന്നു? ഞാൻ എവിടെല്ലാം അന്വേഷിച്ചു. ഉണ്ടായതൊക്കെ അറിഞ്ഞില്ലേ? എന്നെ പോലീസുകാർ തെരയുന്നുണ്ടോ? ഒന്നുമില്ലെന്നേ, വിഷമിക്കണ്ട. പാലോണ്ട് ഒരു ചെറിയ മുറിവേ ഉണ്ടായിരുന്നുള്ളൂ. വനിത വിചാരിച്ച അയാൾ ചത്തുപോയെന്ന്. ആള് സുഖമായിട്ടിരിപ്പുണ്ട്. ദുഷ്ടൻ, ചാകേണ്ടതായിരുന്നു. പ്രിയനെ പോലീസുകാർ കൊണ്ട് ഉപദ്രവിച്ചോ? ഇല്ല, രാത്രി എന്നെ കുഞ്ഞിപ്പാല് പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് എന്നെ വിട്ടേക്കാൻ പറഞ്ഞു. പിറ്റേന്ന് എന്നെ ഹോട്ടലിൽ വിളിച്ച് അവിടെ നടന്ന സംഭവം, നീ ഓടിപ്പോയ വിവരവും പറഞ്ഞു. നിന്നെ അന്വേഷിക്കണമെന്നും കണ്ടാ കൂട്ടിക്കൊണ്ട് ചെല്ലണമെന്നും പറഞ്ഞു. പാലോടൻ വനിതയോട് ക്ഷമ ചോദിക്കാൻ ഇരിക്കാണത്രേ. കുറെ കൂടുതൽ കുടിച്ചു പോയതുകൊണ്ട് പറ്റിപ്പോയതാണെന്നാ. ഒക്കെ കള്ളമാ. അവരെന്നെ മനഃപൂർവ്വം നശിപ്പിക്കാൻ ശ്രമിച്ചതാ. അവരെ വിശ്വസിക്കരുത്. അവർ ഹോട്ടൽ ബിസിനസ് നടത്തുന്നവരല്ലേ,
അങ്ങനെ അങ്ങ് സംഭവിച്ചു പോയെന്ന് കരുതിയാ മതി. ഇനി മുതൽ വനിത അവിടെ താമസിക്കണ്ട, പുറത്തെവിടെയെങ്കിലും താമസിച്ചുകൊണ്ട് വന്ന് വാടിയാ മതി എന്ന് പറയുന്നു. വേണ്ട വേണ്ട, എന്നെ അവർ എന്ത് വേദനിപ്പിച്ചു. പ്രിയൻ, ദയവേത് അവരുമായുള്ള ബന്ധം വേണ്ട. പ്രിയൻ അവരെ മനസ്സിലാത്തതുകൊണ്ടാ. അവരെന്തും ചെയ്യാൻ മടിക്കാത്തവരാ. ഓക്കേ. പ്രിയൻ, എനിക്കൊരു അപേക്ഷയുണ്ട്. നമുക്കൊരുമിച്ച് എവിടെയെങ്കിലും പോകാം, ഒരുമിച്ച് ജീവിക്കാം. എനിക്ക് വേറെ ആരുമില്ല. അല്ല സാറേ, ഇതെന്തോന്ന് ഉദ്ദേശമുണ്ടാ? 7 മണിയായപ്പോൾ പിടിച്ച വണ്ടിയാ. എനിക്ക് വീട്ടിൽ പോകണം. സാറ് വേറെ വണ്ടി പിടിക്കും. ഈ നേരത്ത് ഞാൻ എവിടെ പോയി വണ്ടി വിളിക്കാനാ? എന്റെ കാശിതാ, ഞാൻ പോവാ. താനൊരു കാര്യം ചെന്നൈയിൽ അടുത്തൊരു സ്ഥലത്ത് വിട്ടിട്ട് താൻ പോയിക്കോ. ഞാനൊന്ന് ഫോൺ ചെയ്ത് ലോഡ്ജിൽ പറഞ്ഞേക്കാം നമ്മൾ വരുന്നുണ്ടെന്ന്. അല്ലെ സ്ത്രീകളുമായിട്ട് ചെല്ലുമ്പോൾ ചിലപ്പോൾ വാച്ച്മാൻ തടയും. അതുകൊണ്ടാ. കൺഗ്രാറ്റുലേഷൻസ്. അമ്പടി, അവിടെ ഒരു ചീറ്റല് കണ്ടില്ലേ? ഞാൻ ചത്തുപോയെന്ന് വിചാരിച്ച് നീ ഒളിച്ചു നടക്കുകയായിരുന്നല്ലേ? പാലോടൻ അങ്ങനെ പെട്ടെന്ന് ചാകത്തില്ല. ആഗ്രഹിച്ചൊക്കെ നടത്തിയിട്ടേ ചാകൂ. എവിടെയാടി നിന്റെ രക്ഷകർത്താവ്? എഴുത്തുകാരൻ, അവന് ഞങ്ങൾ വെച്ചിട്ടുണ്ട്. ഇങ്ങ വന്നേ, ഇങ്ങ വന്നേ. ഇവളെ നമുക്ക്
എനിക്കൊന്ന് കണ്ടാലോ? ഒരു ചെറിയ ന്യൂഡ് ഷോ. പ്രിയ തന്നെ പെരുമാറിക്കോ. എന്താ സാറേ? അങ്ങോട്ട് പറയ്ക്ക്. മറ വലുതേ, വലുതേ, കഥ കഴിഞ്ഞു. പ്രതി ബോധപൂർവം കരുതിക്കൂട്ടി ചെയ്ത ഒരു കുറ്റകൃത്യമാണ് ഇതെന്ന് ഈ കോടതിയെ ബോധ്യപ്പെടുത്താൻ പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടില്ലാത്തതുകൊണ്ടും പ്രതിക്കെതിരെ പ്രോസിക്യൂഷൻ ചാർജ് ചെയ്ത ഈ കേസ് തെളിയിക്കപ്പെട്ടിട്ടില്ലാത്ത സ്ഥിതിക്കും പ്രതി കുറ്റക്കാരിയല്ലെന്ന് കണ്ട് ഇന്ത്യ ശിക്ഷാ നിയമം 235 വകുപ്പ് അനുസരിച്ച് ഈ കോടതി വെറുതെ വിടുന്നു. പ്രതി അഭിസാരിണിയും പല കുറ്റകൃത്യങ്ങളും ചെയ്തിട്ടുള്ളവളും സമൂഹത്തിൽ മാന്യസ്ഥാനം അർഹിക്കാത്തവളുമാണെന്ന പ്രോസിക്യൂഷന്റെ വാദം കോടതിക്ക് തള്ളിക്കളയാനാവാത്ത വിധം തെളിയിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് പ്രതി ഒരു വിധത്തിലും ദയ അർഹിക്കുന്നില്ല. പ്രതിയുടെ പ്രായം കണക്കിലെടുത്ത് പ്രതിക്ക് നൽകാവുന്ന പരമാവധി ശിക്ഷയായ വധശിക്ഷയിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ഇന്ത്യൻ ശിക്ഷാ നിയമം 302 വകുപ്പ് അനുസരിച്ച് ഈ കോടതി പ്രതിയെ ജീവപര്യന്തം തടവ് ശിക്ഷയ്ക്ക് വിധിച്ചിരിക്കുന്നു.